തനി നാട്ടുംപുറത്തുകാരനായ ഒരാളാണ് ഞാൻ. എനിക്കെൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ സാഹചര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഇംഗ്ലീഷ് പഠിച്ചവരെയല്ല. അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പഠിച്ച ഫിസിക്സോ കെമിസ്ട്രിയോ എന്തോ അതെല്ലാം മറന്നു പോയതിനു ശേഷം നിങ്ങളിൽ എന്താണ് പറ്റിപ്പിടിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുക. പഠിച്ചതല്ല പറ്റിപ്പിടിക്കുന്നത്. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം ആണുങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല. മോർ ദാൻ ദ ടാലൻസ് യു ഹാവ്, ദ ചോയ്സ് യു മേക്ക്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിറ്റർമിൻ യുവർ ഫ്യൂച്ചർ. എനിക്ക് അത്രയ്ക്ക് ഇംഗ്ലീഷ് പറയാനൊന്നും അന്ന് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാണ് ഞാൻ പോകുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കണമെന്നില്ല. വേദിയിൽ ഉള്ള കാരശ്ശേരി മാഷ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇപ്പോൾ വിളക്ക് കൊളുത്തിയപ്പോൾ കാരശ്ശേരി മാഷ് പ്രത്യേകം പറഞ്ഞ് ഒരു വനിത വേണം വിളക്ക് കൊളുത്താൻ എന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ച് വിളക്ക് കൊളുത്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയതുകൊണ്ട് വേറൊരാളെ വിളിക്കേണ്ടി വന്നു എന്നതാണ്. പക്ഷേ ഈ കോളേജ് യൂണിയൻ ചെയർമാൻ, ഞാനൊരു കോളേജിലെ ചെയർമാനായിരുന്നു. പക്ഷെ കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം ആണുങ്ങൾക്ക് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അടുത്ത തവണ വരുമ്പം കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്ത് ഒരു വനിത ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. ഇന്നിപ്പോൾ നിങ്ങൾ ജെൻസി എന്നൊക്കെ പറയുന്ന ആളുകളെ ഞങ്ങൾക്ക് കുറച്ച് പേടിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എത്രത്തോളം താല്പര്യമുള്ളവരാണ് എന്നൊന്നും അറിയില്ല. ഒരുപക്ഷെ ഞങ്ങൾ ഈ കാപ്റ്റീവ് ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ അധ്യാപകരൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാവാം ഇത്തരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സിമ്പോസിയത്തിനൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ അതിലും ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സർഗപഥം പോലെയുള്ള സംരംഭങ്ങൾ ഓരോ ക്യാമ്പസിലും നിർവഹിക്കുന്നത്. ഞാൻ തന്നെ അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൻപുറത്തുകാരെക്കുറിച്ച് സാറ് പറഞ്ഞല്ലോ, തനി നാട്ടിൻപുറത്തുകാരനായ ഒരാളാണ് ഞാൻ. എനിക്കെൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ സാഹചര്യങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഇംഗ്ലീഷ് പഠിച്ചവരെയല്ല. അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കോളേജിൽ ചെന്നതിന് ശേഷം അവിടുത്തെ അധ്യാപകരുടെ പ്രേരണയാൽ ഇതുപോലെയുള്ള ഫോറങ്ങളെല്ലാം നന്നായി ഉപയോഗിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. നമുക്ക് നാട്ടിൻപുറത്തുകാരാകുമ്പോൾ ചില കാര്യങ്ങളിൽ ശങ്കയുണ്ടാവും, നമ്മളെക്കൊണ്ട് കഴിയുമോ എന്നുള്ള ഒരു ഭയമുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു അപകർഷബോധം തന്നെ ചിലപ്പോൾ ഉണ്ടാവാം. ഇതെല്ലാം മാറ്റിയെടുക്കുന്നത് ഇത്തരം വേദികളാണ്. നമ്മൾ അതിലേക്ക് കയറാനായിട്ട് മടിക്കുകയേ ചെയ്യരുത്. നമുക്കൊരു മടിയുണ്ടാവാം. അവിടെയാണ് ചിലപ്പോൾ അധ്യാപകരുടെ ഒരു പ്രേരണ ഉപകരിക്കുക. നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾ പഠിച്ച ഫിസിക്സോ കെമിസ്ട്രിയോ എന്തോ അതെല്ലാം മറന്നു പോയതിനു ശേഷം നിങ്ങളിൽ എന്താണ് പറ്റിപ്പിടിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുക. പഠിച്ചതല്ല പറ്റിപ്പിടിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഞങ്ങളുടെയൊക്കെ കാലത്തേക്കാൾ കൂടുതൽ, ഒരു പക്ഷേ നിങ്ങളുടെ ടാലൻറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ചോയ്സ്, നിങ്ങളെടുക്കുന്ന തീരുമാനം, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുക. ചോയ്സ് എന്ന് പറയുന്നത് മോർ ദാൻ ദ ടാലൻസ് യു ഹാവ്, ദ ചോയ്സ് യു മേക്ക്, ദാറ്റ് ഈസ് ഗോയിങ് ടു ഡിറ്റർമിൻ യുവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിന് ഉപകരിക്കുന്നതും ഇത്തരം വേദികളിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. വളരെ കൃത്യമായി ഞാൻ വീണ്ടും പറയുകയാണ്, തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഞാൻ തന്നെ SSLCക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പോയ ഒരാളാണ്. അതിനുശേഷം ഫസ്റ്റ് ഗ്രൂപ്പിൽ എനിക്ക് കണക്ക് വളരെ പ്രയാസമായിട്ട് തോന്നിയിട്ട് പോലും വീണ്ടും ഡിഗ്രിക്ക് ഈ കെമിസ്ട്രി പോലത്തെ ശാസ്ത്ര വിഷയം തന്നെ എടുത്ത് വീണ്ടും സബ്ബായിട്ട് ഈ ഗണിതശാസ്ത്രവും ഫിസിക്സും ഒക്കെ വരുന്ന അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രേരണ വളരെ കൂടുതലായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനൊന്നും കഴിയുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. എന്നിട്ടും അതിനില്ല.
ഞാനിനി സാഹിത്യത്തിനെ ഉള്ളൂ എന്നുള്ള നിലയിൽ അന്ന് ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് കുറച്ച് നാൾ വനിതകളെയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോഴ്സിന് ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല. ഇന്നിപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വലിയ ഗ്ലാമറാണ്. അന്ന് ഇല്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തോറ്റു വന്ന ആളുകളൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ അവരെ ഒന്ന് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടുള്ള ഒരു കോഴ്സായിരുന്നു. അവിടെ ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് അതാണ്. അവിടെ ചേർന്ന് നല്ലപോലെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു വന്ന ആളുകളുണ്ട്. ഗൾഫിലൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് മാത്രം നന്നായിട്ട് പറയാൻ അറിയുന്ന ആളുകളുണ്ട്. എനിക്കത്രയ്ക്ക് ഇംഗ്ലീഷ് പറയാനൊന്നും അന്ന് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാണ് ഞാൻ പോകുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ് അത് എൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. അതാ ഞാൻ പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഫോറത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പ്രാരംഭമായിട്ട് പറയാനുള്ളൂ. ഈ കൺഫ്യൂഷ്യസ്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസ് മരിക്കാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവസാനത്തെ ഒരു പാഠം എന്നോണം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ വായിലേക്ക് നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ ഇങ്ങനെ വളരെ സസൂക്ഷ്മം പരിശോധിച്ചു. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച പാഠം എന്താണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീണ്ടും സൂക്ഷിച്ചു നോക്കൂ എൻ്റെ വായിലേക്ക്, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ആയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അതായത് ഏറ്റവും ഉറപ്പുണ്ട് എന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന പല്ലുണ്ടല്ലോ, അത് ഒന്നും എൻ്റെ വായിൽ ബാക്കിയില്ല. അതേസമയം തീരെ ഉറപ്പില്ല എന്ന് നമ്മളെല്ലാം കരുതിയ നാക്കുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്ന ഒരു എല്ല് പോലും ഇല്ലാത്തത്, അത് അതേപടിയുണ്ട് എന്നാണ് അതിൻ്റെ പാഠം. നിങ്ങൾ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതി നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കണമെന്നില്ല. അതൊന്നും ആയിരുന്നില്ല ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇതുപോലുള്ള ഫോറങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ നിങ്ങളെ നിലനിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ആളുകളെ ഇംപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കണം, നന്നായി പ്രസൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കണം, നല്ലപോലെ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് മാനേഴ്സ് എന്നുള്ളത് പഠിക്കണം, നിർമ്മിത ബുദ്ധി അങ്ങനത്തെ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ തന്നെ കൂടുതൽ എൻഹാൻസ് ചെയ്ത് കാണിക്കാം എന്ന് പഠിക്കണം. അത്തരം പാഠങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഫോറങ്ങൾ തീർച്ചയായിട്ടും പകർന്നു തരും. ഞാൻ ദേശീയതയുടെ കാര്യമൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. എം.എൻ. കാരശ്ശേരി മാഷിനെ പോലെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു അധ്യാപകനും എഴുത്തുകാരനും, അത് ഈ വേദിയിൽ നിങ്ങൾക്ക് കിട്ടിയതൊരു ഭാഗ്യമാണ്. ഞാനും വളരെ ആദരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നൊന്നും കരുതരുത്. ഇത്തരം ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് പിന്നീടായിരിക്കും തിരിച്ചറിയുക. NS മാധവൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പം നമ്മൾ നാട്ടിലൊരു വിചാരം പണ്ടൊക്കെ ഞങ്ങളുടെ തലമുറയിലുണ്ടായിരുന്നു, അതായത് ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ വൃദ്ധരായി, അവരുടെ എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ. അപ്പം NS മാധവൻ്റെ ഒരു കഥയിൽ പറയുന്നത്, അച്ഛൻ അന്ന് എത്രത്തോളം ചെറുപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ പ്രായം എത്തേണ്ടി വന്നു എന്നാണ്. ഞാൻ ആ പ്രായം എത്തുമ്പോഴാണ് അച്ഛൻ അന്ന് എത്ര ചെറുപ്പമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു തിരിച്ചറിവോ ഉണ്ടാകുന്ന ഒരു സമയത്ത് ദുഃഖിക്കാനായിട്ട് ഇടവരരുത്. അതുകൊണ്ട് ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ വിവരങ്ങളും വിശ്വാസങ്ങളും എല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുക. നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ. നിങ്ങൾ അവസരങ്ങൾ വിനിയോഗിക്കാൻ ഒരു മടിയും കാട്ടരുത്. നന്ദി.